Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അഫോർഡബിൾ സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ ഒരുപാട് സ്മാർട്ട് വാച്ച് നമ്മുടെ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നുണ്ട്. ഒരുപാട് പ്രൈസ് കാറ്റഗറിയിലുണ്ട്, ബഡ്ജറ്റ് ഉണ്ട്, പ്രീമിയം ഉണ്ട്, അതേപോലെ തന്നെ ഏറ്റവും പ്രീമിയമായ ആപ്പിൾ വാച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ അഫോർഡബിൾ പ്രൈസ് കാറ്റഗറിയിലുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. വെറും 2799 രൂപയാണ്. ഈ പ്രൈസിങ്ങിന് നിങ്ങൾക്ക് കിട്ടാവുന്ന ഫീച്ചേഴ്സ് വളരെ മികച്ചതാണ്. കാരണം ബ്ലൂടൂത്ത് കോളിംഗ് വരെ ഫോൺ കോൾ ചെയ്യാവുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ നമുക്ക് ഡയൽ ചെയ്യാം, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം, നമുക്ക് പാട്ട് കേൾക്കാം, എല്ലാം ചെയ്യാവുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഈ സ്മാർട്ട് വാച്ചിൻ്റെ പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പേരാണ് pTron Force X11. ഇതൊരു പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് pTron X11 Force X11ൻ്റെ ഡീറ്റെയിൽ ആസ്പെക്ട്സിലേക്ക് കിടക്കാം. ഇതാണ് pTron Force X11ൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ ബോക്സിൻ്റെ മുകളിൽ തന്നെ വാച്ചിൻ്റെ ഡിസൈൻ കാണാം. ബ്ലൂടൂത്ത് കോളിംഗ് ഫിറ്റ്നസ് സ്മാർട്ട് വാച്ച്, അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻറ്റ് വരുന്ന ഒരു വാച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2799 രൂപയാണ് വില. ഇത് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. ബ്ലാക്ക് ആൻഡ് പിങ്ക് ആണ് രണ്ട് കളേഴ്സ്. പിന്നെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 1.7 ഇഞ്ചസ് കളർ ഡിസ്പ്ലേ, ഫുൾ ടച്ച് കൺട്രോൾ, ബ്ലൂടൂത്ത് കോളിംഗ്, കസ്റ്റമൈസബിൾ വാച്ച് ഫേസ്, സ്മാർട്ട് നോട്ടിഫിക്കേഷൻ, ഹാർട്ട് റേറ്റ് സെൻസർ, സ്പോർട്സ് മോഡ്, അതേപോലെ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് കേപ്പബിലിറ്റീസ് ഉണ്ട്. പിന്നെ 10 മീറ്റേഴ്സ് വയർലെസ് റേഞ്ച് ഉണ്ട്. ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ 5 to 7 days ആണ് വരുന്നത്. അതേപോലെ ആൻഡ്രോയിഡിലും iOS-ലും കോമ്പാറ്റബിൾ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചില സ്മാർട്ട് വാച്ച് iOS കോമ്പാറ്റബിലിറ്റി ഉണ്ടാവാറില്ല. പക്ഷേ ഇവിടെ നമുക്ക് iOS കോമ്പാറ്റബിലിറ്റി ഉണ്ട്. അതായത് ഐഫോണിലും വർക്കാവും. എൻ്റെ കയ്യിലുള്ള ബ്ലാക്ക് കളറാണ്. നമുക്ക് വളരെ ക്വിക്കായിട്ട് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന വാച്ചാണ്. ഞാൻ ജസ്റ്റ് പുറത്തേക്ക് എടുക്കാം. ഇതിനകത്ത് വേറെ വരുന്നത് ഒരു ചാർജിങ് കേസാണ്. ഒരു പ്രൊപ്പറേറ്ററി ചാർജിങ് കേസാണ് കേട്ടോ. നമുക്ക് കണ്ടില്ലേ, ഒരു പ്രൊപ്പറേറ്ററി ചാർജിങ് കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് രണ്ട് ഇതാണ്, മാനുവൽ സ്കാൻ ചെയ്യാൻ, പിന്നെ ജസ്റ്റ് സം ഇൻഫർമേഷൻ ആണ് ബ്രാൻഡിനെ കുറിച്ചുള്ള. ഇത്രയും ബോക്സിനകത്തുള്ളൂ. ഇനി നമുക്ക് വാച്ച് ഒന്ന് എടുക്കാം. അപ്പോൾ ഇതാണ് pTron Force X11 എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ച്. അപ്പോൾ 1.7 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ബെസൽസ് കുഴപ്പമില്ല. ആക്ച്വലി ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചിന് വേണ്ട ഒരു മിനിമൽ ബെസൽസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നല്ലൊരു സ്ട്രാപ്പ് വരുന്നുണ്ട്, സിലിക്കോൺ സ്ട്രാപ്പാണ്. പിന്നെ pTron എന്ന് പറഞ്ഞ ബ്രാൻഡിങ്ങും കാണാം വാച്ചിൽ. പിന്നെ ഇവിടെ ഒരു മെറ്റൽ ബക്കിളാണ്. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. നല്ലൊരു സോളിഡ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉണ്ട്. ഈവൻ സൈഡ്സ് ഒക്കെ നല്ലൊരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിൽ സെൻസേഴ്സും അതേപോലെ ചാർജിങ് പോർട്ടും. ഇവിടെ നമുക്ക് കാണുന്നത് ഒരു മൈക്രോഫോണും അതേപോലെ ഒരു ബട്ടനുമാണ്. മൈക്രോഫോൺ എന്തിനാ വെച്ചാൽ കോളിംഗ് ഫംഗ്ഷനാലിറ്റിക്കാണ്. ഈ സൈഡിൽ നമുക്കൊരു സ്പീക്കർ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഓവറോൾ ഡിസൈൻ എനിക്ക് തോന്നുന്നത് നല്ലൊരു ഡിസൈനാണ്. ഗുഡ് ലുക്കിംഗ് സ്മാർട്ട് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണെങ്കിലും എല്ലാം തന്നെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് സ്ട്രാപ്സ് ഉണ്ടോ, വളരെ എളുപ്പത്തിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് തന്നെ നല്ലൊരു ഡിസൈനാണ് വരുന്നത്. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു HD ഡിസ്പ്ലേ ആണ്, നല്ലൊരു കളർ ഡിസ്പ്ലേ ആണ്. അപ്പോൾ മെയിൻ ഡിസ്പ്ലേ ഇതാണ്. ഇൻ്റർഫേസ് നോക്കാം, നല്ല ടച്ച് റെസ്പോൺസ് ആണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഇൻ്റർഫേസിൽ ഒരു സ്റ്റട്ടേഴ്സോ ലാഗോ ഇഷ്യൂസോ അങ്ങനെയൊന്നുമില്ല. നല്ല ടച്ച് റെസ്പോൺസ് ആണ്. മെയിൻ ഇൻ്റർഫേസ് നമുക്ക് വാച്ച് ഫേസ് മാറ്റാവുന്നതാണ്. അപ്പോൾ ലെഫ്റ്റ് 6 സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് കാണാം. സ്റ്റെപ്സ് ട്രാക്കർ, സ്ലീപ്പ് ട്രാക്കർ, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതേപോലെ കോളിംഗ് ഫംഗ്ഷനാലിറ്റി, BP, SPO2, ക്യാമറ ഷട്ടർ ബട്ടൺ, പിന്നെ നമുക്ക് മ്യൂസിക് കൺട്രോൾ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ ബേസിക് കൺട്രോൾസ് കാണാം. അതായത് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യുക. അതേപോലെ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത് ഹണികോം പാറ്റേണിൽ നമുക്ക് ചെയ്യാം. കണ്ടില്ലേ, ആപ്പിൾ വാച്ചിലെ പോലെ ഹണികോം പാറ്റേണിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ബേസിക് ഓപ്ഷൻസ് കാണാം. ഫോൺ കോളിംഗ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാം. പിന്നെ താഴെ നിന്ന് നമുക്ക് സ്വൈപ്പ് ചെയ്ത നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയാവുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് ഒന്നുകൂടി ഞാൻ റൈറ്റ് നിന്ന് സ്വൈപ്പ് ചെയ്ത് നമുക്ക് പെയറിങ് ചെയ്യാവുന്നതാണ് സ്മാർട്ട് വാച്ചായിട്ട്. പിന്നെ സ്റ്റെപ്സ് ട്രാക്കർ, സ്ലീപ്പ് മോണിറ്ററിങ്, അതേപോലെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, BP, അതേപോലെ SPO2, പിന്നെ വെതർ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഫോൺ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഓപ്ഷൻസ് പറയാവുന്നത്.
അപ്പോൾ നമുക്കിവിടെ എല്ലാ കൺട്രോൾസും നമ്മൾ വളരെ ഈസിലി ആക്സസിബിൾ ആണ്. അതാണ് എൻ്റെ ഒരു കൂടെ നല്ലൊരു ഇൻ്റർഫേസ് ആണ്. അതേപോലെ തന്നെ ഇൻ്റർഫേസിൻ്റെ റെസ്പോൺസ് അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ബഡ്ജറ്റ് വാച്ചിൽ നമുക്ക് ഇത്രയും നല്ല റെസ്പോൺസ് റേറ്റ് കിട്ടില്ല. അപ്പോൾ നല്ലൊരു റെസ്പോൺസീവ് UI ആണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഒരു 5 days ഒക്കെ അപ്രോക്സിമേറ്റ്ലി ലാസ്റ്റ് ചെയ്യും. അത് നല്ലൊരു ക്വാളിറ്റിയാണ് എനിക്ക് തോന്നുന്നു. കാരണം ചില സ്മാർട്ട് വാച്ചൊക്കെ 1 week ലാസ്റ്റ് ചെയ്യണമുണ്ട്. പക്ഷേ ഇവിടെ 5 days എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് ഫംഗ്ഷനാലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ചും കൂടെ ഡ്രെയിനിങ് കൂടുതലായിരിക്കും. കാരണം ഒരുപാട് കോൾസൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബാറ്ററി ഡ്രെയിൻ ആകും. അപ്പോൾ നമുക്കിതൊന്ന് ഇനി ഇതായിട്ട് കണക്ട് ചെയ്യാം, അതായത് നമ്മുടെ സ്മാർട്ട് ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് ആപ്പ്, ദ ഫിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. പ്ലേ സ്റ്റോറിലും iOS സ്റ്റോറിലും ഉണ്ട്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, സ്റ്റെപ്സ്, സ്ലീപ്പ് ട്രാക്കിംഗ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വാച്ചായിട്ട് സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വാച്ച് ഫേസസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഡയൽസിന് നമുക്ക് അഡീഷണൽ ഡയൽസ് വേണമെങ്കിൽ ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് സിങ്ക് ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സിങ്ക് ചെയ്യാവുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റിയുള്ള വാച്ച് ഫേസസും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. കാരണം നമുക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി. കാരണം അല്ലെങ്കിൽ ഒരുപാട് ബാറ്ററി ഡ്രെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആവശ്യമുള്ള മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. പിന്നെ അലാംസ് ഉണ്ട്, ഷട്ടർ കൺട്രോൾ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ് കാണാം. പിന്നെ നമുക്കിവിടെ പ്രൊഫൈല്, ഗോൾസ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കോൾ ഫംഗ്ഷനാലിറ്റി നോക്കാം. കോൾ ഫംഗ്ഷനാലിറ്റിന് പോലെ തന്നെ നമ്മളിത് പെയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബ്ലൂടൂത്ത് പോയിട്ട് pTron ഓഡിയോ എന്ന് പറഞ്ഞ ഒരു പെയറിങ് കൂടെ കൊടുക്കണം. സ്മാർട്ട് വാച്ച് പോലെ തന്നെ pTron ഓഡിയോ ഇതിനകത്തേക്ക് നമ്മൾ പെയർ ചെയ്യണം. എന്നാലേ നമുക്ക് മ്യൂസിക്കും കോൾസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നൊരു പാട്ട് പ്ലേ ചെയ്യാം. ഞാനിപ്പോൾ പ്ലേ ചെയ്തത് ആക്ച്വലി ഫോണിലെ സ്പീക്കർ വഴിയാണ് പ്ലേ ചെയ്തത്. പാട്ട് പ്ലേ ചെയ്തത് ഐഫോണിൽ നിന്നാണ്, പക്ഷേ സ്പീക്കറിലാണ് മ്യൂസിക് കേട്ടത്. നല്ലൊരു സ്പീക്കറാണ്. ആക്ച്വലി ക്രൗഡഡ് ഏരിയയിലൊന്നും അത്രയ്ക്ക് എഫക്റ്റ് വരില്ല. എങ്കിലും നമ്മളൊരു വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു സ്പീക്കർ ക്വാളിറ്റിയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ കോളിംഗ് ഫംഗ്ഷനാലിറ്റിയും കൂടെ നോക്കാം. നമുക്ക് ഇവിടെ ആക്ച്വലി നമ്മളിപ്പോൾ പെയർ ചെയ്താലും നമുക്കിവിടെ കണ്ടില്ലേ, റൈറ്റിൽ കോൾ ഹിസ്റ്ററി, ഡയൽ പാഡ്, കോൺടാക്റ്റ് എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഡയൽ പാഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്പർ ഡയൽ ചെയ്യാം, ജസ്റ്റ് റാൻഡം നമ്പർ ഡയൽ ചെയ്യാം അല്ലേ. അപ്പം തന്നെ ഡയൽ ചെയ്യുമ്പോൾ തന്നെ ഇവിടെയും കാണാം നമുക്ക് അല്ലേ. താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയത്ത് ഉണ്ടല്ലേ. കോൾ ചെയ്യും വളരെ എളുപ്പമാണ്. ആക്ച്വലി കോൾ ചെയ്യുമ്പോൾ തന്നെ ഉടൻ തന്നെ നമ്മുടെ ഫോണിൽ ഡയൽ ചെയ്യും. അപ്പോൾ കോൾ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഫോൺ ചെയ്യണമെങ്കിൽ പോലും ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് തന്നെ നമ്പർ അറിയെങ്കിൽ ഡയൽ ചെയ്യുക, അല്ലെങ്കിൽ കോൺടാക്ട്സ് തന്നെ എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ഫോൺ കോൾ വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഫോൺ വിളിക്കുകയാണ്, ഈ നമ്പർ എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്, എൻ്റെ ജിയോ നമ്പറിൽ നിന്ന്. പക്ഷേ കോള് എനിക്ക് ഇവിടെ ഇത് കണ്ടില്ലേ, വാച്ചിലും കാണാം. എനിക്കിവിടെ ആക്സെപ്റ്റ് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്ത ഇതിൻ്റെ സ്പീക്കറും ഇതിൻ്റെ മൈക്രോഫോണും ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഫംഗ്ഷനാലിറ്റി ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കും. കാരണം നമുക്ക് കോൾസൊക്കെ എടുക്കാനുള്ള ഒരു അഫോർഡബിൾ സ്മാർട്ട് വാച്ച് എന്ന് വേണ്ടി നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി ഞാനിതൊന്ന് കയ്യിൽ കെട്ടിയിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഫംഗ്ഷനാലിറ്റിയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കയ്യിൽ കെട്ടിയിരിക്കുകയാണ്. എനിക്ക് വളരെ നല്ല ഒരു ഫിനിഷായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഗുഡ് ഇൻ ഹാൻഡ് ഫീലിന് വേണ്ടി പറയാം. ഇനി നമുക്കിവിടെ ഓപ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, സ്റ്റെപ്പ് മോണിറ്ററിംഗ് ഉണ്ട്, ഇവിടെ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് ഉണ്ട്. അതേപോലെ നമുക്ക് കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് വേണമെങ്കിൽ നമുക്ക് ആപ്പ് പോയി സെറ്റ് ചെയ്യണം, എന്നാലേ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് വർക്ക് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്. ബ്ലഡ് പ്രഷർ ആക്ച്വലി ആക്യുറേറ്റ് അല്ല കേട്ടോ. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ബ്ലഡ് പ്രഷർ സ്മാർട്ട് വാച്ച് വെച്ച് മോണിറ്റർ ചെയ്യണേ. കാരണം ബ്ലഡ് പ്രഷറിൻ്റെതായ മെഷീൻ തന്നെ വേണം, ഇത് ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. പക്ഷേ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും അതേപോലെ SPOട്ടും ഒരു പരിധി വരെ ആക്യുറസി ലെവൽസ് കുഴപ്പമില്ല. കാരണം ഞാൻ ടെസ്റ്റ് ചെയ്തായിരുന്നു, കമ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതി. അതേപോലെ സ്റ്റെപ്സ് ട്രാക്കിങ്ങും ഇതിലും വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. അതേപോലെ കണ്ടില്ലേ, SPO2 മെഷർമെൻറ്റ് നമുക്കിവിടെ ചെയ്യാവുന്നത്. പിന്നെ എല്ലാ ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റിയും ഇതിനകത്തുള്ള ഒരു ബേസിക് സ്മാർട്ട് വാച്ചിന് വേണ്ട എല്ലാ ഫംഗ്ഷനാലിറ്റിൻ്റെ. ഫോർ എക്സാമ്പിൾ വർക്കൗട്ട് മോഡ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ അതുണ്ടല്ലേ, വർക്കൗട്ട് മോഡ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് വാക്കിംഗ്, സൈക്ലിംഗ് എല്ലാ ഓപ്ഷൻസും തന്നെ ഇവിടെ നമുക്കുണ്ട്. അപ്പോൾ നമുക്കത് കോൺഫിഗർ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതായിരുന്നു ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ള pTron Force X11 എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് വാച്ച്. വളരെ അഫോർഡബിൾ പ്രൈസിംഗ് ആയ 2799 രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത്. ആമസോണിലാണ് അവൈലബിൾ ആവുന്നത്. ഞാൻ ഇതിൻ്റെ മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് മേടിക്കാൻ 2 കളറിലാണ് അവൈലബിൾ ആവുന്നത്, ബ്ലാക്ക് ആൻഡ് പിങ്ക് കളർ. അപ്പോൾ വളരെ നല്ലൊരു അഫോർഡബിൾ സ്മാർട്ട് വാച്ചാണ്. അതേപോലെ ഞാൻ റെക്കമെൻഡും ചെയ്യും. കാരണം ഞാൻ ഇതിൽ കോൾസ് എടുത്തു, അതേപോലെ തന്നെ കോൾസ് ഡയൽ ചെയ്തു. വളരെ നല്ലൊരു ക്ലാരിറ്റി തോന്നി. ഞാൻ വീണ്ടും പറയാം, ഇത് ഒരു ക്രൗഡഡ് ഏരിയയ്ക്ക് അത്ര സ്യൂട്ടബിൾ അല്ല, എങ്കിലും നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കോൾസൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വാച്ചായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു pTron Force X11. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഒരിക്കലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.